Hello everyone, welcome to IPM IAS Academy's KAS course. അപ്പോൾ KAS കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റിയുടെ KASന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെഷൻ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. എങ്ങനെ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആൻസറിലേക്ക് എത്തണം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനുകളിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്നുള്ള നിങ്ങളുടെ ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഉത്തരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതല്ല, ആ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും റിവിഷനും ഒക്കെ ഉണ്ട്. അതായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയൊരു ലേണിംഗ് ആയിട്ട് മാറുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മുടെ ഇന്ത്യയിൽ ഫോം ചെയ്ത് എന്തിനാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും പേറിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യവും സ്വാഭാവികമായിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെ ആയിരിക്കണം നമ്മൾ ഒരു ചെയർമാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഹെഡായിട്ട് നമ്മൾ ആരെ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. അപ്പം ഇനീഷ്യൽ ടൈം പീരീഡിൽ ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആളുകൾക്ക്, എങ്ങനെ ആരെ ചൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. സോ അതിന്റെ ഭാഗമായിട്ട് അവരൊരു ടെമ്പററി ആയി ഒരു ഇന്ററിം പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ററിം ചെയർമാനെയാണ് കണ്ടെത്തിയത്. സോ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആ ഇരിക്കുന്ന മെമ്പേഴ്സിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ അങ്ങനെ തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ പേരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഇന്ററിം പ്രസിഡന്റ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ചോദ്യം ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്നുള്ളതാണ്. അപ്പോൾ പെർമനന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കണം അല്ലെ. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ജവഹർലാൽ നെഹ്റു. സോ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ കോഴ്സിനകത്തൊക്കെ നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്യുന്നതുമാണ് ഈ ഒരു ഏരിയ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മളുടെ ഇന്ത്യയുടെ തന്നെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെയും പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആൾ. So Rajendra Prasad was elected as the president chairman of the Constituent Assembly on 11th December 1946. Dr. BR Ambedkar was the chairman of the drafting committee which was responsible for drafting the constitution. So എടുത്ത് ഇതിവിടെ പറയാൻ കാര്യം വേറൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുമായിട്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയും അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വെൻ വാസ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹെൽഡ് എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഞാൻ അതിലേക്ക് എത്താം. സോ ദിവസങ്ങൾ പറയുന്നത് 9th December 1946, 26 January 1950, 15th August 1947 ആൻഡ് 26 November 1949. ഈ 4 ദിവസങ്ങളും നമ്മൾ പഠിക്കാൻ ുള്ള ദിവസങ്ങൾ തന്നെയാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 9th December 1946 ആണ്. 1946 ഡിസംബർ 9 ആദ്യത്തെ ഒരു സെഷൻ നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആ സെഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ററിം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. കുറച്ച് സമയത്തേക്ക് ഇടക്കാലത്തേക്ക് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു സെഷനിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെർമനന്റ് ആയിട്ടൊരു പ്രസിഡന്റിനെ അല്ലെ ചെയർമാനെ തിരഞ്ഞെടുത്തു. അതായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി 26 January 1950 പ്രത്യേകത നമുക്കറിയാം, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. 15th August 1947 പ്രത്യേകത നമുക്കറിയാം, നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതേപോലെ തന്നെ 26 November 1949 ഒരു പ്രത്യേകതയുണ്ട്. അത് ഇതിനകത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അടുത്തത് ഹു വാസ് ദി ഹെഡ് ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇതിന് ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾ. അടുത്ത ചോദ്യം, ഹൗ മെനി മെമ്പേഴ്സ് വർ ദെയർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പാർട്ടീഷന് ശേഷം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ഉത്തരം 299 മെമ്പേഴ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. കാരണം പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ അവിടെ ഇനിയും ഉണ്ടായിരിക്കുകയില്ല. So initially Constituent Assembly members എന്ന് പറയുന്നത് 389 ആയിരുന്നു. But after the partition of India, the number was reduced to 299 members.
അത് 299 ഫ്രം 229 ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് 70 ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്. സോ അങ്ങനെയാണ് ഈ ഒരു പാർട്ടീഷന് ശേഷമുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത് ഒന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഇനി ഹൗ മെനി മെമ്പേഴ്സ് വെർ ഒറിജിനലി ഇൻ ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എത്ര പേരെയായിരിക്കും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, എത്ര മെമ്പേഴ്സ് വേണം എന്നായിരുന്നു മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. 7 മെമ്പേഴ്സ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. നമ്മളുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ അടക്കം 7 മെമ്പേഴ്സ് ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ 2 മെമ്പേഴ്സിനെ പിന്നീട് മാറ്റുകയുണ്ടായി. മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾ വന്നത് ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഒരാൾ മരണമടഞ്ഞത് കൊണ്ടുമാണ് ഈ ഒരു ചേഞ്ച് വന്നത്. പക്ഷെ അപ്പോഴും 7 പേരെ തന്നെയാണ് നമ്മളിവിടെ നിലനിർത്തിയിട്ടുള്ളത്. സോ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ മെമ്പേഴ്സിന്റെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് KM മുൻഷി, അലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലകൃഷ്ണ അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, BL മിത്തർ ആൻഡ് DP കേത്തൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞു 2 പേര് പിന്നീട് മാറി വന്നിട്ടുണ്ട്. അത് ആരാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു റിസർച്ച് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ആരൊക്കെയാണ് പിന്നീട് വന്നിട്ടുള്ള 2 പേർ. അപ്പൊ ഈ 2 പേര്, ഇതിൽ നിന്നുള്ള 2 പേര് മാറിയിട്ടായിരിക്കുമല്ലോ ബാക്കി 2 പേര് വന്നിട്ടുള്ളത്. സോ അത് ആരൊക്കെയാണെന്നും ആരാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാതെ വിട്ട ഒരു ഉത്തരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 26 നവംബർ 1949 ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മളുടെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 ആ ഒരു ദിവസമാണ് നമ്മൾ ഇന്നും കോൺസ്റ്റിറ്റ്യൂന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും ആ ഒരു ദിവസമാണ്. സോ ഇതിവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ദിവസമല്ല നമ്മളുടെ ഇന്ത്യയിലെ ജനതകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ദിവസം ഈ ഒരു ദിവസമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. So the Constitution of India was adopted by the Constituent Assembly on 26 November 1949 and it came into effect on 26 January 1950. So 26 January 1950 ആണ് ഇത് ആളുകൾക്ക് സമർപ്പിക്കപ്പെടുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആളുകൾ ഇതൊരു നിയമമായിട്ട് മാറുന്നതും അല്ലെ ആളുകൾക്ക് സമർപ്പിക്കപ്പെടുന്നതും ആ ഒരു ദിവസമാണ്. അതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 26 ജാനുവരി 1950 എന്നാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 26 നവംബർ 1949 എന്നാണ്. നമ്മുടെ പ്രിയാമ്പിൾ വായിച്ചു നോക്കിയാൽ ഏറ്റവും അവസാന ഭാഗം നമുക്ക് ഈ ഒരു ഡേറ്റ് കാണാനായിട്ട് സാധിക്കും. ഓൺ ദിസ് ഡേ 26 നവംബർ 1949 we hereby adopt, enact and give to ourselves this constitution എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തീരുന്നത്. സോ അവിടെ തന്നെ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നമ്മുടെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 26 നവംബർ 1949 അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ദി ഐഡിയ ഓഫ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? അപ്പൊ നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. സോ എന്തായാലും കുറെ വർഷങ്ങൾ നമ്മൾ ഈ ഒരു പാർലമെന്ററി എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരുന്നിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തുള്ളൂ. കാരണം നമ്മളുടെ എൻറ്റയർ കൺട്രിയുടെ തന്നെ ഒരു ഗതിയെ മാറ്റിമറിക്കുന്ന അല്ലെ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പാർലമെന്ററി സിസ്റ്റം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്നത് UK-യിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ നമ്മൾ അവരുടെ സിസ്റ്റത്തിന്റെ രീതിയിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം എന്താ പറയുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും അത് തന്നെയായിരുന്നു. സോ UK ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം. So the parliamentary system in India is based on the British model, where there is a prime minister as the head of the government and a president as the nominal head, like the monarch in the Britain. So very important. സോ ഈ ബ്രിട്ടനിലെ ഒരു സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡിഫാക്ടോ ഹെഡ് ആൻഡ് ഡിജ്യൂർ ഹെഡ് ഉണ്ട്. ഡിഫാക്ടോ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ആരാണ് പവർ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അവിടെ റിയൽ ആയിട്ട് പവർ എൻജോയ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് UK. അതേ സിസ്റ്റമാണ് ഇന്ത്യയിലും ഫോളോ ചെയ്യുന്നത്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഡിഫാക്ടോ പവർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നോമിനൽ ഹെഡ് അല്ലെങ്കിൽ ഡിജ്യൂർ പവർ എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. UK-യിലെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മൊണാർക്കാണ് അവിടുത്തെ ഡിജ്യൂർ പവർ അല്ലെങ്കിൽ നോമിനൽ ഹെഡ് ആയിട്ട് വരുന്നത്. ഇനി ഹൗ മെനി കമ്മിറ്റീസ് വെർ ഫോംഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ഡ്രാഫ്റ്റിംഗ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനായിട്ട് എത്ര കമ്മിറ്റികളെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
22 കമ്മിറ്റീസിനെയാണ് മൊത്തമായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. കാരണം അത്രമാത്രം ഇലാബറേറ്റ് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഓരോ ഫീച്ചേഴ്സും അത്രത്തോളം ഇലാബറേറ്റ് ആണ്. കാരണം നമുക്കൊന്നും ഫില്ല് ചെയ്യാതെ വിടാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ. കാരണം നിയമമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും അവിടെ ലൂപ്പ് ഹോൾസ് വരാതിരിക്കണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടായിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ടിട്ടുള്ളത്. സോ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഫോം ചെയ്യാനായിട്ട് നമുക്ക് 22 കമ്മിറ്റികൾ വേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു പ്രപ്പോസ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ എല്ലാവരും ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുകയും അവിടെ മെമ്പേഴ്സ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്തേക്ക് വരുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ അതിന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എന്തൊക്കെയായിരിക്കണം അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ നമ്മളുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആദ്യമായിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാണ് നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന പ്രിയാമ്പിൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വിച്ച് ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഫോർ ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു ഓൺ 13th December 1946. 1946 13 ഡിസംബറിലാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്നത്, ജവഹർലാൽ നെഹ്റു മൂവ് ചെയ്യുന്നത്. ഒരു കാര്യം ഓർത്തു വെക്കുക, 9th December 1946 ഫസ്റ്റ് സെഷൻ. 2 ദിവസം കഴിഞ്ഞ്, അതായത് 11 December 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിന്റെ ചെയർമാൻ ആയിട്ട് അല്ലെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് കമൻസ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് November 26, 1949 എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കമൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 26 January 1950 സോ ഇതിന്റെ ഉത്തരം 26 January 1950 ആണ്. ആ ഒരു ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് കുറച്ച് റിവിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ എത്രത്തോളം സ്പീഡിലും എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നോ അത്രത്തോളം നമ്മുടെ റാങ്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സോ ഓൾ ദി വെരി ബെസ്റ്റ്.